റെസ്ട്രിക്ഷൻ എൻസൈമുകളുടെ വേറെ പ്രത്യേകത പറയുകയാണെങ്കിൽ റെസ്ട്രിക്ഷൻ എൻസൈംസ് കട്ട് ദ സ്ട്രാൻഡ് ഓഫ് ദ DNA. നമ്മൾ പറഞ്ഞ സ്പെസിഫിക് റെക്കഗ്നേഷൻ സീക്വൻസുകളിൽ പോയിട്ടാണ് റെസ്ട്രിക്ഷൻ എൻസൈംസ് കട്ട് ചെയ്യാന്ന് പറഞ്ഞു. സോ ഈ റെസ്ട്രിക്ഷൻ എൻസൈം ഈ DNA സ്ട്രാൻഡുകൾ എങ്ങനെ കട്ട് ചെയ്യണമെന്ന് വെച്ചാൽ ലിറ്റിൽ അവേ ഫ്രം ദ സെൻറ്റർ ഓഫ് ദ പാലിൻഡ്രോമിക് സൈറ്റ്. നമ്മളിപ്പോൾ പറഞ്ഞു എന്താണ് പാലിൻഡ്രോം, ബോത്ത് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് ഒരേപോലെ വായിക്കുക. അതുപോലെ തന്നെ ഡബിൾ സ്റ്റാൻഡേർഡ് DNA ഒരേ ഓറിയൻറ്റേഷനിൽ 5' to 3' ഒരു ഓറിയൻറ്റേഷനിൽ, അതിൻ്റെ ഓപ്പോസിറ്റ് സ്റ്റാൻഡിൽ വരുമ്പോൾ 5' to 3' സെയിം ഓറിയൻറ്റേഷനിൽ വരുമ്പോൾ ഒരേപോലെ റീഡ് ചെയ്യുമ്പോൾ ഒക്കെ പാലിൻഡ്രോമിക് സീക്വൻസുകളാണ്. സോ പാലിൻഡ്രോമിക് സീക്വൻസുകൾ അല്ലെങ്കിൽ പാലിൻഡ്രോമിക് സൈറ്റിൻ്റെ സെൻറ്ററിൽ നിന്നാണ് ഈ പറഞ്ഞ റെസ്ട്രിക്ഷൻ എൻസൈമുകൾ കട്ട് ചെയ്യുന്നത്. സോ റെസ്ട്രിക്ഷൻ എൻസൈം കട്ട് ദ സ്ട്രാൻഡ് ഓഫ് ദ DNAയുടെ സ്ട്രാൻഡിനെ കട്ട് ചെയ്യുന്നത് എവിടെയാണ്? ലിറ്റിൽ അവേ ഫ്രം ദ സെൻറ്റർ ഓഫ് ദ പാലിൻഡ്രോം സൈറ്റ്. പാലിൻഡ്രോം സൈറ്റുകൾ ഓപ്പോസിറ്റ് നമ്മൾ വായിക്കുന്ന ഒരേപോലെ വായിക്കുന്നില്ല, രണ്ട് സ്ട്രാൻഡ്. ആ പാലിൻഡ്രോം സൈറ്റിൻ്റെ സെൻറ്ററിൽ നിന്ന് കുറച്ച് ദൂരെ പോയിട്ട് ലിറ്റിൽ അവേ ഫ്രം ദ സെൻറ്റർ ഓഫ് ദ പാലിൻഡ്രോം സൈറ്റ്, പാലിൻഡ്രോം സൈറ്റിൻ്റെ സെൻറ്ററിൽ നിന്ന് കുറച്ച് നീങ്ങിയിട്ടാണ് റെസ്ട്രിക്ഷൻ എൻസൈംസ് DNA സ്ട്രാൻഡിനെ കട്ട് ചെയ്യുന്നത്. ബട്ട് ബിറ്റ്വീൻ ദ സെയിം ടു ബേസസ്, രണ്ട് ബേസിൻ്റെയും ഇടയിൽ ഓൺ ദ ഓപ്പോസിറ്റ് സ്ട്രാൻഡ്, രണ്ട് സ്ട്രാൻഡിലും ഒരേ മേലത്തെ സ്ട്രാൻഡിൽ Gൻ്റെയും Aൻ്റെയും ഇടയിലാണ് കട്ട് ചെയ്യുന്നത് വെച്ചാൽ താഴത്തെ സ്ട്രാൻഡിലും Gൻ്റെയും Aൻ്റെയും ഇടയിൽ തന്നെയാണ് കട്ട് ചെയ്യുക. സോ ഈ പാലിൻഡ്രോം സൈറ്റുകളെ അല്ലെങ്കിൽ പാലിൻഡ്രോമിക് DNA സീക്വൻസുകളെയാണ് റെസ്ട്രിക്ഷൻ എൻസൈമുകൾ ഐഡൻറ്റിഫൈ ചെയ്യുക. ആ പാലിൻഡ്രോം സൈറ്റിൻ്റെ സെൻറ്ററിൽ നിന്ന് കുറച്ച് നീങ്ങിയിട്ടാണ് റെസ്ട്രിക്ഷൻ എൻസൈംസ് കട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ ബിറ്റ്വീൻ ദ സെയിം ബേസസ്, രണ്ട് സ്ട്രാൻഡിലും രണ്ട് ബേസിൻ്റെയും ബിറ്റ്വീനിൽ കറക്റ്റായിട്ട് ഓൺ ദ ഓപ്പോസിറ്റ് സ്ട്രാൻഡ്. സോ GAATTC എന്ന് പറഞ്ഞൊരു സ്ട്രാൻഡിലുണ്ട്, അതിൻ്റെ ഓപ്പോസിറ്റും ആൻറ്റി പാരലായിട്ട് GAATTCന് Gൻ്റെയും Aൻ്റെയും നടുവിലാണ് കട്ട് ചെയ്യുന്നത് വെച്ചാൽ അതുപോലെ തന്നെയായിരിക്കും അതിൻ്റെ ഓപ്പോസിറ്റുള്ള ആൻറ്റി പാരലൽ സ്ട്രാൻഡിലും Gൻ്റെയും Aൻ്റെയും നടുവിൽ തന്നെയാണ്. അതാണ് പറഞ്ഞത് ബിറ്റ്വീൻ ദ സെയിം ബേസസ്, Gൻ്റെയും Aൻ്റെയും സെയിം ബേസിലാണ് മേലെയും കട്ട് ചെയ്യുക, ഓപ്പോസിറ്റ് സ്ട്രാൻഡിലും അതേപോലെ Gൻ്റെയും Aൻ്റെയും ബിറ്റ്വീനിലാണ് ഓൺ ദ ഓപ്പോസിറ്റ് സ്ട്രാൻഡ്. സോ പാലിൻഡ്രോം സൈറ്റിൻ്റെ സെൻറ്ററിൽ നിന്ന് കുറച്ച് നീങ്ങിയിട്ട് സെയിം ബേസിൻ്റെ ഇടയിലാണ് രണ്ട് സ്ട്രാൻഡിലും ഈ പറഞ്ഞ റെസ്ട്രിക്ഷൻ എൻസൈംസ് കട്ട് ചെയ്യുക. ആ കട്ട് ചെയ്തതിന് ശേഷം എന്ത് സംഭവിക്കുന്നു? ദേ ലീവ് സിംഗിൾ സ്ട്രാൻഡഡ് പോർഷൻസ് അറ്റ് ദ എൻഡ്. രണ്ട് സ്ട്രാൻഡിലും ഒരു സിംഗിൾ സ്ട്രാൻഡഡ് ആയിട്ട് അത് നിർത്തിവെക്കുന്നു. ആ കട്ടിങ്ങിന് ശേഷം നമുക്ക് നോക്കുമ്പോൾ കാണാം ദേ ലീവ് സിംഗിൾ സ്ട്രാൻഡഡ് പോർഷൻ, രണ്ട് എൻഡിലെയും ഒരു സിംഗിൾ സ്ട്രാൻഡഡ് ആയിട്ട് നിൽക്കുന്നുണ്ടാവും. ബിക്കോസ് അത് സെയിം പോയിന്റിലാണ് കട്ട് ചെയ്തിട്ടുണ്ടാവുക. ആൻഡ് അതിൻ്റെ പ്രത്യേകത ഓവർ ഹാങ്ങിങ് സ്ട്രെച്ചസ് ആയിട്ട് അത് ഫോം ചെയ്യും. രണ്ട് ഓപ്പോസിറ്റ് സ്ട്രാൻഡിലും രണ്ട് ബേസിൻ്റെയും കറക്റ്റ് സ്ട്രാൻഡിൻ്റെ ആ ബേസിൻ്റെ ഇടയിൽ കട്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? സിംഗിൾ സ്ട്രാൻഡഡ് പോർഷൻസ് ആയിട്ട് അത് എൻഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ overhanging stretches ആയിട്ട് അത് ഫോം ചെയ്യുന്നു. സോ overhanging stretches ഫോം സ്റ്റിക്കി എൻഡ് ഓൺ ഈച്ച് സ്ട്രാൻഡ്. രണ്ട് സ്ട്രാൻഡിലും ഒരു സ്റ്റിക്കി എൻഡ് അത് പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് അതിൻ്റെ പ്രത്യേകത. ദേ ഫോം overhanging stretches. സോ രണ്ട് സ്ട്രാൻഡിൻ്റെയും സെയിം ബേസ് 5' to 3' സ്ട്രാൻഡിൻ്റെ ഏത് ബേസിൻ്റെ ഇടയിലാണോ കട്ട് ചെയ്തത് അതിൻ്റെ ഓപ്പോസിറ്റ് സ്ട്രാൻഡിലും അതേ രണ്ട് ബേസിൻ്റെ ഇടയിലാണ് കട്ട് ചെയ്യുക. അതിനുശേഷം അത് ഒരു സിംഗിൾ സ്ട്രാൻഡഡ് പോർഷനായിട്ട് രണ്ട് എൻഡിലും നിൽക്കുന്നു. പിന്നീട് അത് ദി ഫോം ഓവർ ഹാങ്ങിങ് സ്ട്രക്ചേഴ്സ് ആയിട്ട് മാറുന്നു. ഓവർ ഹാങ്ങിങ് സ്ട്രക്ചേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്റ്റിക്കി എൻഡ്, രണ്ട് സ്ട്രാൻഡിൻ്റെയും അവിടെ അറ്റത്ത് സ്റ്റിക്കി എൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. സ്റ്റിക്കി എൻഡ് പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദേ ഫോം ഹൈഡ്രജൻ ബോണ്ട് വിത്ത് ദെയർ കോംപ്ലിമെൻ്ററി കട്ട് കൗണ്ടർ പാർട്ട്. സോ ഈ സ്റ്റിക്കി എൻഡുകളൊക്കെ അതിൻ്റെ കൗണ്ടർ പാർട്ടായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ ഹൈഡ്രജൻ ബോണ്ട് വെച്ചിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. സോ ഫോം ഹൈഡ്രജൻ, ഈ സ്റ്റിക്കി എൻഡുകളുടെ പ്രത്യേകത ദി ഫോം ഹൈഡ്രജൻ ബോണ്ട് വിത്ത് ദെയർ കോംപ്ലിമെൻ്ററി, ഇതിൻ്റെ കോംപ്ലിമെൻ്ററി കൗണ്ടർ പാർട്ടുമായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ അത് ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യും. ആൻഡ് സ്റ്റിക്കിനെസ് ഓഫ് ദ എൻഡ്, ഈ രണ്ട് സ്ട്രാൻഡിൻ്റെ സ്റ്റിക്കിനെസ് എന്ത് ചെയ്യുന്നു? ദാറ്റ് ഫെസിലിറ്റേറ്റ് ദ ആക്ഷൻ ഓഫ് DNA ലൈഗേസ്. നമ്മൾ പറഞ്ഞിരുന്നു കട്ട് ചെയ്ത DNA മോളിക്യൂളുകളെ ജോയിൻ ചെയ്യാനായിട്ട്, ഒരു ഗമ്മ് പോലെ ജോയിൻ ചെയ്യാനായിട്ട് സഹായിക്കുന്ന എൻസൈമാണ് DNA ലൈഗേസ്. സോ DNA ലൈഗേസ് എന്ന് പറഞ്ഞ എൻസൈമിൻ്റെ ആക്ഷൻ മൂലം എന്ത് സംഭവിക്കുന്നു? ഈ രണ്ട് എൻഡുകളിലെയും സ്റ്റിക്കിനെസ് അതിൽ ഒരുമിച്ച് കൂടിച്ചേരാനായിട്ട് ഹൈഡ്രജൻ ബോണ്ട് വെച്ച് ജോയിൻ ചെയ്യാനായിട്ടുള്ള പ്രാപ്തമാവുന്നു. സോ
റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ ഈ എൻസൈമിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു, അതിൻ്റെ ഈ പാലിൻഡ്രോം സൈറ്റിൻ്റെ സെൻട്രൽ നിന്ന് കുറച്ച് നീങ്ങിയിട്ട്, അതും കുറച്ച് നീങ്ങിയിട്ട് എങ്ങനെയാണ്, ബട്ട് ബിറ്റ്വീൻ ദ 2 ബേസസ്, 2 സ്ട്രാൻഡിൻ്റെയും അതാത് കറക്റ്റ് മേലെ ഏത് ബേസിൻ്റെ ഇടയിലാണ് കട്ട് ചെയ്തത് അത് തന്നെയായിരിക്കും താഴത്തെ സ്ട്രാൻഡിലും അതേ ബേസിൻ്റെ ഇടയിലാണ് കട്ട് ചെയ്യുക. അതിനുശേഷം അവിടെ ഒരു സിംഗിൾ സ്റ്റാൻഡേർഡ് പോർഷനായിട്ട് അതിൻ്റെ എൻഡിൽ അത് ലീവ് ചെയ്യുന്നു. പിന്നീട് അതൊരു ഓവർ ഹാങ്ങിങ് സ്ട്രെച്ചസ് ആയിട്ട് മാറുന്നു. അതായത് സ്റ്റിക്കി എൻഡ്, 2 എൻഡിലും സ്റ്റിക്കി എൻഡ് ക്രിയേറ്റഡ് ആവുന്നു. സ്റ്റിക്കി എൻഡ് എന്ന് പറഞ്ഞാൽ അവിടെ ആ സ്റ്റിക്കി എൻഡിൽ ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യും. എങ്ങനെ, അതിന് കോംപ്ലിമെൻ്ററി കൗണ്ടർ പാർട്ട് വന്നു കഴിഞ്ഞാൽ ഹൈഡ്രജൻ ബോണ്ട് വന്ന് ജോയിൻ ചെയ്യും. ആ സ്റ്റിക്കിനെസ് ജോയിൻ ചെയ്യാൻ കാരണം DNA ലൈഗേസ് എന്ന് പറഞ്ഞ എൻസൈം കാരണമാണ്. സോ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് നമ്മുടെ ജനറ്റിക് എഞ്ചിനീയറിംഗിൽ യൂസ് ചെയ്യുന്ന റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് വെച്ചിട്ട് നമ്മൾ എന്ത് ഫോം ചെയ്യുന്നു, helpful for the formation of recombinant DNA molecules. സോ നമ്മുടെ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് വെച്ചിട്ടാണ് ജനറ്റിക് എഞ്ചിനീയറിൽ റീകോമ്പിനൻറ്റ് DNA മോളിക്യൂളുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. റീകോമ്പിനൻറ്റ് DNA മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ വേരിയസ് ടൈപ്സ് ഓഫ് സോഴ്സുകളിൽ നിന്നും വേരിയസ് ജീനോമുകളിൽ നിന്നുള്ള കോമ്പിനേഷൻ ഓഫ് DNA ആണ് ഉദ്ദേശിക്കുന്നത് റീകോമ്പിനൻറ്റ്. ഒന്നോ അതിലധികമോ ജീനോമുകളോ ഓർഗാനിസത്തിൽ നിന്നോ ഉള്ള ജീനുകളുടെ അല്ലെങ്കിൽ DNA കോമ്പിനേഷനാണ് റീകോമ്പിനൻറ്റ് DNA മോളിക്യൂൾസ്. സോ ഇങ്ങനത്തെ റീകോമ്പിനൻറ്റ് DNA മോളിക്യൂളുകളെ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ജനറ്റിക് എഞ്ചിനീയറിംഗിൽ യൂസ് ചെയ്യുന്ന എൻസൈംസ് ആണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസസ്. സോ വെൻ കട്ട് ബൈ ദ സെയിം റെസ്ട്രിക്ഷൻ എൻസൈം, ഈ 2 സ്ട്രാൻഡിനെയും നമ്മൾ പറഞ്ഞ ഡബിൾ ഹെലിക്സ് സ്ട്രക്ചറിന് 2 സ്ട്രാൻഡിനെയും ഒരേ റെസ്ട്രിക്ഷൻ എൻസൈം വെച്ച് കട്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, റിസൾട്ടൻ DNA ഫ്രാഗ്മെൻറ്റ്സ് ഉണ്ടാകുന്ന റിസൾട്ടൻ DNA ഫ്രാഗ്മെൻറ്റ്സിന് സെയിം സ്റ്റിക്കി എൻഡാണ് ഉണ്ടാവുക. 2 DNA സ്ട്രാൻഡും ഒരേ റെസ്ട്രിക്ഷൻ എൻസൈം വെച്ച് കട്ട് ചെയ്യുമ്പോൾ 2 സ്ട്രാൻഡിലും എന്തുണ്ടാകുന്നു, ഒരേപോലത്തെ സ്റ്റിക്കി എൻഡുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ സ്റ്റിക്കി എൻഡുകൾ ജോയിൻ ടുഗദർ എൻഡ് ടു എൻഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എൻ എൻസൈം DNA ലൈഗേസ്. സോ 2 സ്ട്രാൻഡും DNA ഡബിൾ ഹെലിക്സ് സ്ട്രക്ചറിൻ്റെ 2 സ്ട്രാൻഡും ഒരേപോലത്തെ റെസ്ട്രിക്ഷൻ എൻസൈം വെച്ച് കട്ട് ചെയ്താൽ ഒരേപോലത്തെ സ്റ്റിക്കി എൻഡുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ ഒരേപോലത്തെ സ്റ്റിക്കി എൻഡുകൾ DNA ലൈഗേസ് എന്ന് പറഞ്ഞ എൻസൈമിൻ്റെ സഹായത്തോടു കൂടി ഈ സ്റ്റിക്കി എൻഡുകൾ ജോയിൻ ചെയ്യുന്നു വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹൈഡ്രജൻ ബോണ്ട്. ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്ത് 2 എൻഡുകളും ജോയിൻ ചെയ്യുന്നു. ഇങ്ങനെയാണ് നമ്മൾ പറഞ്ഞ റീകോമ്പിനൻറ്റ് DNA മോളിക്യൂളുകൾ ഫോം ചെയ്യുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് നമ്മൾ പറഞ്ഞ റെസ്ട്രിക്ഷൻ എൻസൈം.